UDF ആണോ LDF ആണോ ഈ തവണ നമ്മുടെ ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരായിരിക്കും ഈ തവണത്തെ കേരള ഇലക്ഷന് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവരിൽ UDF വന്നാൽ നല്ലതായിരിക്കുമോ LDF വന്നാൽ നല്ലതായിരിക്കുമോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. LDF ആയിരിക്കും UDF ആയിരിക്കും ജയിക്കുക? UDF വന്നെങ്കിൽ നല്ലതായിരിക്കും കേരളത്തിന്. കുറെ പേര് തുടർ ഭരണം ഉണ്ടാവും എന്ന് പറയണ്ടത് ശരിയാ? എങ്ങനെ നോക്കിക്കാണും? UDF വന്നെങ്കിൽ എന്തായാലും നന്നായിരിക്കും. മാറ്റം ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ? UDF വന്നാലും ഇലക്ഷൻ കഴിഞ്ഞാൽ $10 കൊല്ലമായിട്ട് LDF അല്ലായിരുന്നു. UDF വന്നെങ്കിൽ മാറ്റം ഉണ്ടാവും. നോക്കാം. ജനങ്ങളുടെ പ്രതികരണം അനുസരിച്ച് UDF മുൻതൂക്കം എന്ന എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനോടൊപ്പം പോകാനാണ് എനിക്കും താല്പര്യം. ജനങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഭൂരിപക്ഷം ചാനലുകളും പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ഏത് കക്ഷി ഭരിച്ചാലും നമുക്ക് പ്രയോജനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ വന്ന എക്സിറ്റ് പോളുകൾ അനുസരിച്ച് UDF മുൻതൂക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ? മാറ്റം ഇതുവരെയുള്ള ഭരണ സംവിധാനങ്ങൾ തുടർന്നു പോകാനല്ലാതെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ദോശ തിരിച്ചിടുന്നതല്ലല്ലോ ജനാധിപത്യം. നമ്മുടെ എല്ലാ ഭരണങ്ങൾ അതിന്റെ ഒരു തുടർച്ച എന്നുള്ളതേ നടക്കത്തുള്ളൂ. ഏത് പ്രസ്ഥാനം വന്നാലും ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമേ ഇനി അങ്ങോട്ട് നടക്കത്തുള്ളൂ. അതിനൊരു പെട്ടെന്നൊരു മാറ്റം, ഒരു വ്യതിയാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷി കൊണ്ട് സാധ്യമല്ല. നിലവിലുള്ള കക്ഷി ഭരണത്തിൽ വന്നാലും സാധ്യമല്ല. തുടർഭരണം വന്നാലും എന്ത് മാറ്റം ഇവിടെ വരേണ്ടതെന്ന് ആരും പറയുന്നില്ല. ഇതിന്റെ തുടർച്ച തന്നെ സാധിക്കത്തുള്ളൂ ഏതൊരു ഭരണ സംവിധാനം. ഓക്കെ, താങ്ക് യു. എല്ലാരും പറയുന്ന UDF ജയിക്കാനുള്ള ചാൻസ് എന്നാണ്. അപ്പോ UDF ആയിരിക്കും. പിന്നെ ചില എക്സിറ്റ് പോളിലെ LDF എന്നും പറയുന്നുണ്ട്. സോ ഞാനും വെയിറ്റിംഗ് ആണ് ആരും ജയിക്കുന്ന അറിയാം. എന്നാലും താങ്കളുടെ ഒരു നിഗമനത്തിൽ ആരായിരിക്കും കൂടുതൽ സീറ്റ് പിടിക്കാൻ പോകുന്നത്? മേ ബി LDF ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം സ്റ്റിൽ പീപ്പിൾ പറയുന്നുണ്ട് മാറണമെന്ന്. പക്ഷെ എന്നാലും ആൾക്കാര് സ്റ്റിൽ തുടർഭരണം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. തുടർഭരണം വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിന്. ഇതുവരെ നോക്കുവാണെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വലിയ മാറ്റമൊന്നും വരില്ല. കാരണം ചേഞ്ചസ് വരുമ്പോഴല്ലേ ഒരു ന്യൂ ആയ ഒരു ഫീല് വരുള്ളൂ. അപ്പൊ എന്തായാലും ഭരണം മാറണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പൊ ഏകദേശം ഒരു 6 ലക്ഷം കോടി കടമുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ആ കടം കൂടുവോ അതോ കുറയോ ഇനി തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ? അത് വരുന്ന ആൾക്കാരനുസരിച്ചിരിക്കും. ഐ മീൻ ഇനിയിപ്പോൾ വരുന്നത് സെയിം ലീഡേഴ്സ് ആണോ, ആരാ ലീഡേഴ്സായി വരാ ഒന്നും അറിയില്ലല്ലോ. മിനിസ്റ്റേഴ്സ് ആരാന്നൊക്കെ അറിയില്ലല്ലോ. അത് വരുന്ന ആൾക്കാരനുസരിച്ചിരിക്കും. ആരാണെങ്കിലും പ്രോപ്പറായിട്ട് ഭരിച്ചതിന് അതിന് എഫക്റ്റ് കിട്ടും. ഡിപ്പെൻസ്. ചാൻസ് കൂടുതൽ LDF തന്നെയാണെന്ന് തോന്നുന്നു. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം UDF ഈ പറയുന്ന പോലെ ഒരുപാട് അടി, പരസ്പരം ശത്രുതയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് UDF വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ആളുകൾക്ക് ഒരു മടി ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മാറ്റം വരണം. UDF വന്നെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ UDF സപ്പോസ് ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടി നല്ലൊരു നേതാവായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് തോന്നുന്ന ഒരു നേതാവ് UDFലുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാറില്ല എങ്ങനെയാണ് UDF വരണോ വരണ്ടേന്നുള്ളത്. കാരണം നമ്മളൊരു പാർട്ടി വരുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ വികസനം വരണം. വികസനങ്ങളിൽ ജനങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ UDFൽ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര നാളും കൊണ്ട് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ നല്ല. പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവർ ഭരിച്ചപ്പോൾ? നിങ്ങൾ ഇപ്പോൾ പറയുന്നത് വികസനം ഉണ്ടായില്ല എന്നുള്ളത്, പക്ഷെ ജനങ്ങൾക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.